ഇപ്പോൾ നമ്മൾ കൂത്തുപറമ്പിലാണുള്ളത്, അറിയാലോ. കണ്ണൂർ ജില്ലയുടെ ഓരോ ഗ്രാമങ്ങൾക്കും ഓരോ രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായൊക്കെ വലിയ പ്രത്യേകതകളുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. കൂത്തുപറമ്പ് UDF സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ, വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ ഐതിഹാസികമായ പോരാട്ടം നടന്ന് 5 സഖാക്കൾ രക്തസാക്ഷികളായ മണ്ണിലാണ്. ഇപ്പോൾ നമ്മൾ ആ രക്തസാക്ഷി സ്തൂപത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ശൈല ടീച്ചർ, കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശൈല ടീച്ചറാണ് ഇന്ന് നമ്മുടെ അതിഥി. ഞാനും ശരത്തേട്ടനും കുറച്ച് നേരമായി ടീച്ചർ തിരക്കിനടിയിൽ ഓടി വരികയാണ്. ഇനിയും ഇന്ന് പാനൂർ കൂത്തുപറമ്പ് മണ്ഡലത്തിൻ്റെ പാനൂരാണോ? ചെറുവാഞ്ചേരി മേഖല. അപ്പോൾ ടീച്ചറെ, ഗുഡ് മോർണിംഗ്. കൈരളിയുടെ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളും കേരളവും ഒക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് വടകരയിലെ മത്സരം. അതോടൊപ്പം തന്നെ ശൈല ടീച്ചറെ കേരളം നെഞ്ചേറ്റതുപോലെ വടകര എങ്ങനെ നെഞ്ചേറ്റുന്നു എന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് ടീച്ചർ. തീർച്ചയായിട്ടും നല്ല ഒരു അനുഭവമാണ്. വടകരയിലെ ജനങ്ങൾ തീർച്ചയായിട്ടും എന്നെ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജനങ്ങൾ കാണിച്ചിട്ടുള്ള സ്നേഹവും സഹകരണവും ഈ തെരഞ്ഞെടുപ്പിലും ഒരു വോട്ടായിട്ട് അവർ അതിൽ പ്രതിഫലിപ്പിക്കും. എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരത്തേട്ടൻ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് ടീച്ചർ, ഞാനും കുട്ടനും ഒക്കെ, ഞങ്ങൾ മാധ്യമപ്രവർത്തകർ, ഞങ്ങൾ മാത്രമല്ല, എന്തെല്ലാം സാഹചര്യത്തിൽ എത്ര നേരം ടീച്ചറോട് ഇങ്ങനെ സംസാരിച്ച് പോയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അപ്പോൾ വടകരയിലെത്തിയത്, ഇവിടുത്തെ മത്സരം, അതിൻ്റെ ഒരു തീവ്രത, ടീച്ചറെ നേരിട്ട് കാണുക എന്നതെല്ലാമാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ് കേരള ഇപ്പോൾ തത്സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കാവ്യ നേരത്തെ ടീച്ചർക്ക് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞൊരു വാചകമുണ്ട്, സ്നേഹം എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. സഹകരണം എന്നുള്ള വോട്ടർമാരും സ്ഥാനാർത്ഥികളും തമ്മിൽ എപ്പോഴും ഉണ്ട്. ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു അവിടുത്തെ മനുഷ്യരുടെ ഒരു സ്നേഹം, ഞാൻ വോട്ടർമാരെന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു സ്നേഹം തിരിച്ച് ടീച്ചർ അവർക്ക് നൽകുന്നത്, അവരിൽ നിന്ന് കിട്ടുന്നത് ഓരോ ദിവസത്തെ ഒരു അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് പങ്കുവെക്കുക? ഞാൻ നിരവധി ആളുകളെ വ്യക്തിപരമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാവരെയും എനിക്ക് വ്യക്തിപരമായി കാണാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പാർലമെൻറ്റ് നിയോജക മണ്ഡല സ്ഥാനാർത്ഥിക്ക് കഴിയുന്ന കാര്യമല്ല. നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുന്നു എന്നേ ഉള്ളൂ. ഓരോ വീട്ടിലും ചെന്ന് എല്ലാവരെയും നേരിൽ കാണുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അതൊരിക്കലും സാധിക്കില്ല. കാരണം 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ് പാർലമെൻറ്റ് നിയോജക മണ്ഡലം. കണ്ടിട്ടുള്ള ആളുകളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ അവർ എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഒട്ടേറെ പ്രതിസന്ധികൾ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. ആ അതിജീവന പ്രക്രിയയിൽ അങ്ങനെ നേരിടുന്നതിൽ എനിക്ക് കൂട്ടായി നിന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയാം. അത് നമ്മൾ വളരെ നന്നായിട്ട് നല്ലൊരു ടീം വർക്കിൻ്റെ ഭാഗമായി നമുക്കതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു. അതിൽ ജനങ്ങളുടെ വലിയ തോതിലുള്ള ഒരു അംഗീകാരം അത് ജനങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല, ഈ പറയുന്ന ജനങ്ങളും ആരോഗ്യ വകുപ്പും ഗവൺമെൻറ് ആകെയും ഇടപെട്ടിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വടകര മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ നിപ്പ വൈറസ് ബാധയുണ്ടായത് ഈ പ്രദേശത്താണ്. അത് പേരാമ്പ്രയിലെ ചെങ്ങരോത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അവിടെ സൂപ്പിക്കട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ആ വൈറസ് ബാധ ഉണ്ടായ സമയത്ത് നമ്മളാകെ ഭയന്നു പോയിരുന്നു എല്ലാവരും. കാരണം വലിയ മരണനിരക്കുള്ള വൈറസാണ് ഇത്. ഇത്രയും നല്ല ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത് വന്നാൽ ഒരുപാട് ആളുകൾ മരിക്കാൻ ഇടയാകുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞത്. പക്ഷേ നമ്മൾ വളരെ ഉണർന്ന് പ്രവർത്തിച്ചു. ഞാൻ 40 ദിവസം കോഴിക്കോട് തന്നെ താമസിക്കുകയുണ്ടായി. ആ 40 ദിവസം കൊണ്ടാണ് നമ്മൾ വൈറസിനെ കണ്ടെയ്ൻ ചെയ്തത്. എല്ലാവരുടെയും ഓർമ്മകളിലേക്ക് വരുന്ന വാചകങ്ങളാണ് ഇതൊക്കെ. അതിനൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ അവിടെ ചെങ്ങരോത്ത് ഗ്രാമത്തിലേക്ക് തന്നെ ഞാനും TP രാമകൃഷ്ണേട്ടനും കൂടി പോവുകയുണ്ടായി. പലരും വിലക്കിയിരുന്നു, കാരണം അവിടെ പോകരുത്. അന്ന് ആളുകളുടെ തെറ്റിദ്ധാരണ വായുവിലൂടെയൊക്കെ വൈറസ് പകരും എന്നുള്ളതായിരുന്നു. അതെ, പുതിയൊരു ഇതാണ്. അപ്പോൾ അവിടെ ആ ഗ്രാമത്തിൽ പോയിരുന്നു, ജനങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നു. എല്ലാവരും സഹകരിച്ചു. 28 ദിവസം ക്വാറൻറ്റൈൻ എന്നൊക്കെ പറയുമ്പോൾ അന്നൊരു പുതുമയായിരുന്നു. നമുക്കൊരു 10 ദിവസം വീട്ടിൽ പുറത്തിറങ്ങരുത് എന്ന് പറയുമ്പം മനുഷ്യർക്കുണ്ടാവുന്നൊരു വിഷമമുണ്ട്. പക്ഷേ ചെങ്ങരോത്തെ ജനങ്ങൾ അത് പൂർണ്ണമായിട്ടും അനുസരിച്ചു. കേരളം മുഴുവൻ കൂടെ നിന്നു. പ്രത്യേകിച്ച് ഈ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ജനങ്ങൾ അന്ന് കൂടെ നിന്നിരുന്നു. ഒരുമിച്ച് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു അന്ന് കണ്ടിരുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നതും അതാണ്. അന്നൊക്കെ ഞാൻ എങ്ങനെ പ്രവർത്തിച്ചോ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പൂർണ്ണ സമയം ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വടകരയുടെ MP ആയി ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ഉറപ്പാണ് കൊടുക്കുന്നത്. അതെ, ആ ഉറപ്പാണ് കൊടുക്കുന്നത്. അതിൽ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പോൾ കേരളം, ലോകമെമ്പാടുമുള്ള മലയാളികൾ ടീച്ചറിങ്ങനെ ഈ വടകരയുടെ ഈ മണ്ഡലത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ജനങ്ങളുടെ വലിയ സ്നേഹവും വലിയ തിരക്കും ഒരുപാട് വീഡിയോസ് ഓരോ ദിവസവും കാണുന്നുണ്ട്. ഇതൊക്കെ പലതും ഈ തിരക്കിനിടെ ടീച്ചറുടെ ഫോണിലേക്കും വരുന്നുണ്ടാകാം. അപ്പോൾ ഈ ആളുകൾ
വോട്ടർമാർ അടുത്ത് വരുമ്പോൾ അവരുടെ ഒരു മനസ്സ് ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ കൂത്തുപറമ്പിൽ നിലവിൽ MLA ആണ്, അതിനു മുമ്പും നിയമസഭാ അംഗമായിരുന്നു, ആദ്യമായി പാർലമെൻറ്റ്. അപ്പോൾ ഈ വോട്ടർമാരുടെ ഒരു പൾസ് അവരെ ചേർത്ത് പിടിക്കുമ്പോൾ, അവർ കൈ പിടിക്കുമ്പോൾ മനസ്സിലാവുന്നത് എങ്ങനെയാണ്? വടകരയിൽ നിന്ന് ഇപ്പം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും ആളുകളുടെ ഒരു ചെറിയ പുഞ്ചിരി നമ്മളെ നോക്കിയിട്ടുള്ളത്, ഒരു അംഗീകാരം, ഒരു അതാണ് ഞാൻ പറഞ്ഞത്, ആളുകളുടെ സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് ധാരാളമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും അവരുടെ ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ ഉണ്ടാവണം എന്ന് കരുതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില വീഡിയോകൾ കണ്ടിരുന്നു, ഏതോ കോളേജിലൊക്കെ പോയപ്പോൾ കുട്ടികളുടെ നടുവിൽ ടീച്ചർ നിൽക്കുന്നു, എല്ലാവരും വളരെ സ്നേഹത്തോടെ നിൽക്കുന്ന ചില ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ കണ്ട്. എങ്ങനെയുണ്ട് കുട്ടികൾ, സ്ത്രീകൾ, ഇവരുടെയൊക്കെ ഒരു അടുപ്പം, അവരിലുള്ള പ്രതീക്ഷ? ചെറുപ്പക്കാരുടെ പ്രതികരണം എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ ഒരു അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടാകുന്നു എന്നുള്ളത്. ഞാൻ അവർക്ക് വേണ്ടിയും തിരിച്ചു പറയുന്നത് അത് തന്നെയാണ്. വടകരയുടെ MP ആയി മാറിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ, അതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ വിദ്യാർത്ഥികളുടെ നല്ല, ഇപ്പോൾ നമ്മൾ ബ്രെയിൻ ഡ്രെയിനിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന കാലമാണല്ലോ. അപ്പോൾ ആരും വെളിയിലേക്ക് പോകരുതെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ കഴിയില്ല. വിദേശത്തൊക്കെ പോകണം. പക്ഷേ ഇവിടെ തന്നെ പഠിച്ച് വളർന്നു വരുന്ന കുട്ടികൾക്കൊരു, ചെറുപ്പക്കാർക്കൊരു സംരംഭം അത് ഉണ്ടാക്കി കൊടുക്കാൻ വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ സ്കോളർമാരുടെയും അതുപോലെ വിദ്യാർത്ഥികളുടെയും എല്ലാം പ്രത്യേക മീറ്റിങ്ങുകൾ തന്നെ വിളിച്ചു ചേർത്തുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, അവർക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് റിക്രൂട്ട്മെൻറ്റ് കമ്പനികളൊക്കെ അവരെ ഉൾക്കൊള്ളാൻ തയ്യാറാകും ചില മേഖലകളിൽ. അത്തരം ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി, ഈ ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഇപ്പം മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ MLA ആയിരിക്കുമ്പോൾ അവിടെ തരംഗം എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്നിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ എൻ്റെ MLA ഫണ്ടിലൊരു ഭാഗം കരിയർ ഗൈഡൻസ് സെൻറ്റർ ഉണ്ടാക്കാൻ അവിടെ മാറ്റിവെച്ചിരുന്നു. അപ്പോൾ അതുപോലെ ഉള്ള കരിയർ ഗൈഡൻസും ഭാവിയിലേക്ക് കുട്ടികൾക്ക് പ്രവേശിപ്പിക്കാം. പല വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കും. അങ്ങനെയുള്ള നിരവധി കോഴ്സുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അതിനെല്ലാം സഹായിക്കുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ എനിക്ക് വോട്ട് ചെയ്യും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ജയിച്ചു വന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുമെന്നാണ് പറയാൻ. ടീച്ചർ, ഏതായാലും നമുക്ക് ഒരല്പം രാഷ്ട്രീയം കൂടിയാകാമല്ലോ അല്ലേ? സ്ഥാനാർത്ഥിയാണെങ്കിലും കേരളത്തിലെ ഏറ്റവും പ്രമുഖയായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്, CPM-ൻ്റെ മുതിർന്ന നേതാവാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, നമ്മൾ ഈ നിൽക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷികൾ, അതുപോലെ കൂത്തുപറമ്പിലെ ആ വെടിവെപ്പ്, അതിൽ ജീവൻ നഷ്ടപ്പെട്ട യുവാക്കൾ, ആ ഒരു കാലം, ഇവിടെ നിന്നുകൊണ്ട് ടീച്ചറെ ഞാൻ ഒരല്പം പുറകിലേക്ക് കൊണ്ടുപോയാൽ ആ കാലത്തൂടെ സഞ്ചരിച്ചു വന്നപ്പോൾ ആ അനുഭവങ്ങൾ കൂടി ഒരുപക്ഷെ ഈ മണ്ണിലായതുകൊണ്ടാവണം പ്രേക്ഷകർ ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആളുകളൊക്കെ, സുഹൃത്തുക്കളൊക്കെ ടീച്ചറിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, സ്വന്തം അനുഭവത്തിലും ഓർമ്മയിലൂടെ. തീർച്ചയായിട്ടും. ഞാനന്ന് ശിവപുരം ഹൈസ്കൂളിൽ പഠിപ്പിക്കും, ഹയർ സെക്കൻഡറി സ്കൂളായി ഹൈസ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഈ സഹകരണ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഉണ്ടായിട്ടുള്ള അഴിമതിക്കെതിരായിട്ട് കുട്ടികളുടെ ഒരു സമരം, കുട്ടികൾ മാത്രമല്ല ചെറുപ്പക്കാരും DYFIയും ഒരു സമരം പ്രഖ്യാപിച്ചിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ നിന്നും SFIയുടെ കുട്ടികൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ പെർമിഷൻ ചോദിച്ചുകൊണ്ട് തന്നെ അവർക്കൊരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് കുറച്ച് കുട്ടികൾ പ്രതിനിധികളായിട്ട് ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നത്, അന്നത്തെ ശിവപുരം സ്കൂളിലെ SFIയുടെ ലീഡർ ആയിട്ടുള്ള കുട്ടി, അവൻ ഓടി വന്ന്, വൈകുന്നേരം ആകുമ്പോൾ ഓടി വന്ന് ഞങ്ങളോട് പറയുന്നതാണ്, അവിടെ ശിവപുരത്ത് കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടന്നിരിക്കുന്നു, എന്താ സംഭവിച്ചതെന്നറിയില്ല, ഞങ്ങളിങ്ങനെ ഇരുന്ന് സമരം ചെയ്യുകയായിരുന്നു, അപ്പോഴാണ് വെടിയുതിർന്നത്. അപ്പോൾ പിന്നിലത്തെ നിലയിലായിരുന്നു ഈ കുട്ടി. അപ്പോൾ അവനങ്ങനെ സ്കൂളിലേക്ക് ഓടി വരിക ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എല്ലാ ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ തടസ്സപ്പെട്ടു വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ വാഹനങ്ങൾ തടസ്സപ്പെടുമ്പോൾ കുട്ടികൾക്ക് വീട്ടിൽ പോകാൻ പ്രയാസം നേരിടും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ സ്കൂൾ വിടാൻ തീരുമാനിച്ചു, കാരണം എല്ലാ കുട്ടികൾക്കും വീട്ടിലെത്തണം. അങ്ങനെ തീരുമാനിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ ഓടിയെത്താൻ വേണ്ടിയിട്ട് എന്താ സംഭവിച്ചതെന്നറിയാൻ വേണ്ടി, ഞാൻ പാർട്ടിയുടെ പ്രവർത്തക കൂടിയാണല്ലോ, അപ്പോൾ ഞാനും ഹരീന്ദ്ര മാഷും സ്കൂളിലെ, അങ്ങനെയുള്ള 2-3 പേര് കൂടി ഇങ്ങോട്ട് വരാൻ പുറപ്പെട്ട് നോക്കുമ്പോൾ എല്ലാ വാഹനങ്ങളും നിന്ന് പോയിരിക്കുന്നു, ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ എങ്ങനെയൊക്കെ കിട്ടിയ വാഹനങ്ങളൊക്കെ എടുത്ത് പകുതി നടന്നും പകുതി ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചും ഇവിടെ എത്തുമ്പോൾ വല്ലാത്ത ഭയാനകമായിട്ടുള്ള അവസ്ഥയായിരുന്നു. ഇവരെ കുറേ പേരെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിരിക്കുന്നു, കുറേ പേരെ കണ്ണൂർ കൊണ്ടുപോയിരിക്കുന്നു. ആരാണ് രക്ഷപ്പെട്ടത്, ആരാണ് മരിച്ചത്, എത്ര പേര് മരിച്ചൊന്നും അറിയാത്ത ഒരു, നമ്മുടെ എല്ലാം കാലത്ത് നേരത്തെ രക്തസാക്ഷികൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് ഇതിൽ. അതിൽ പഴശ്ശി സമരവും തില്ലങ്കേരി സമരവും, തില്ലങ്കേരി വയൽ വരുമ്പത്തെ ആളുകൾ വെടിവെച്ചിട്ട് കൊന്നിരുന്നു, ഒരു നേരത്തെ അന്നത്തിന്, ആഹാരത്തിന് ഭൂപ്രഭുത്വത്തിനോട് ചോദിച്ചതുകൊണ്ട്.
അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വീട്ടിൽ അമ്മമ്മയൊക്കെ പറഞ്ഞു കേൾക്കുന്ന കഥകളിലൂടെ വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇങ്ങനെയൊരു കച്ചവടത്തിനെതിരായിട്ടുള്ള ഒരു സമരം നടന്നു എന്നുള്ളതിൻ്റെ പേരിൽ സമാധാനപരമായ സമരമായിരുന്നു അതെന്നല്ല, അതിൻ്റെ പേരിൽ വെടിവെപ്പുണ്ടാവുകയും കൂട്ടത്തോടെ ആളുകൾ മരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. പിന്നീട് ആശുപത്രിയിലെത്തി ഞങ്ങൾ അവരെയെല്ലാം കാണുകയാണ് ഉണ്ടായിട്ടുള്ളത്. ടീച്ചറെ, നമുക്ക് വൈൻഡപ്പിന് സമയമായിരിക്കുന്നു. ഒറ്റ ചോദ്യം കൂടി, അതായത് വടകര ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെയാണ് ടീച്ചറെ? തീർച്ചയായിട്ടും കേരളമാകെ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ വിഷയങ്ങളാണ് വടകരയിലും ചർച്ച ചെയ്യുന്നത്. കേരളം ഇപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്, നമ്മുടെ രാജ്യം അതീവ ഭീഷണി നേരിടുന്ന ഒരു സമയമാണിത്. ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയുടെ ജനാധിപത്യം, മതേതരത്വം ഒക്കെ അട്ടിമറിക്കപ്പെടുന്നു. കേരളം ഒരു പ്രത്യേക രീതി കാട്ടിക്കൊടുത്തിട്ടുള്ളൊരു സംസ്ഥാനമാണ്. നമ്മൾ തമാശക്ക് പാടിയതല്ല, ഒരു പറമ്പിൽ അമ്പലവും പള്ളിയും സെറാമ്പിയും ഒരുമയോടെ പുലരുന്ന നാടാണ് കേരളം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാവരും അവനവന് ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കുന്നു, ഇഷ്ടമുള്ളിടത്ത് ആരാധനാലയം പണിയുന്നു. ഒരു തടസ്സവും ഇവിടെ അതിനാരും കൽപ്പിച്ചിട്ടില്ല. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു. അതിനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു ഇടമാണ് കേരളം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാന്നിധ്യമാണ് ആ ഒരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകുന്നത്. ഈ ഒരു ഉറപ്പ് ഇന്ത്യക്ക് നൽകാൻ നമുക്ക് സാധിക്കണം. ഞങ്ങൾ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയിലാകെ വലിയ ശക്തിയായി വന്നു എന്നുള്ളതല്ല, പക്ഷേ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തിരഞ്ഞെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും. ഇന്ത്യൻ പാർലമെൻറ്റിൽ 20 ഇടതുപക്ഷ MP-മാരുണ്ടെങ്കിൽ അവിടെ ഈ മതനിരപേക്ഷ ഗവൺമെൻറ്റിന്, ജനാധിപത്യ ഗവൺമെൻറ്റിന് രൂപം കൊടുക്കുമ്പോൾ അവിടെ അതിന് ഏറ്റവും വലിയ പിൻബലമായി നിൽക്കാൻ ഇടതുപക്ഷ ബ്ലോക്കായിട്ട് ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാനും ഞങ്ങളവിടെ പാർലമെൻറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. കാരണം BJPക്ക് ബദലായിട്ട് കോൺഗ്രസ് വരാൻ പോകുന്നു. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുമ്പോൾ പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്നത് എന്നാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന ഒരു ധാരണ ഒരുപാട് ആളുകളിൽ അന്ന് വന്നിരുന്നു. അതുകൊണ്ട് അസംബ്ലിയിലേക്ക് LDFന് വോട്ട് ചെയ്ത ആളുകൾ ചിലർ പാർലമെൻറ്റിലേക്ക് UDFന് വോട്ട് ചെയ്യുന്നൊരു അനുഭവം ഉണ്ടായി. പക്ഷേ അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല, കോൺഗ്രസ് വരാൻ പോകുന്നില്ല, കോൺഗ്രസ് വരേണ്ടതില്ല എന്നുള്ള ഞങ്ങളങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല. പക്ഷേ കോൺഗ്രസ്, അതാണ് യാഥാർത്ഥ്യം, കോൺഗ്രസ് തകർന്നു പോയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ സ്വഭാവം കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചാടാൻ അവർക്കൊരു മടിയുമില്ല. മാനസികമായിട്ട് പലരും BJPയോട് ഒട്ടി നിൽക്കുന്നവരായിട്ട് വരികയാണ്. ഇനി BJPയുടെ ആശയഗതികളോട് ഒട്ടി നിൽക്കുന്നതല്ല, സ്ഥാനമാനങ്ങൾ മോഹിച്ച് അങ്ങോട്ട് ചാടാൻ ഒരു മടിയില്ല. ജനങ്ങളെ അവർ ചിന്തിക്കുന്നില്ല, അവനവൻ്റെ സ്ഥാനമോഹങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മുടെ പത്മജ വേണുഗോപാൽ പോയി, നേരത്തെ ഹിമാചൽ പ്രദേശിൽ നിന്ന് കൂട്ടത്തോടെ പോകാൻ പുറപ്പെടുന്നു. ആസാമിലെ MP പോയിരിക്കുന്നു, തമിഴ്നാട്ടിലെ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി പോയിരിക്കുന്നു. അപ്പോൾ അപ്പോൾ അവർക്ക് അതിന് മടിയില്ല. അവർ സ്ഥാനമാനങ്ങളൊക്കെ മോഹിച്ചിട്ടായിരിക്കും പലരും അതിലേക്ക് പോകുന്നത്. അപ്പോൾ പത്മജ പോയിട്ട് പത്മജ തന്നെ പറഞ്ഞു, ഞാൻ മാത്രമല്ല, അതൊക്കെ ഒരു ഘട്ടത്തിൽ ഞാൻ പറയും എന്നുള്ളത് അവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒരു ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള സീറ്റ് സ്വരൂപിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ശക്തമായ ഇടതുപക്ഷ ബ്ലോക്കിന്, ഒരു ഇടതുപക്ഷ കൂട്ടായ്മ അവിടെ ഉണ്ടാവണം. അത് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാധിക്കുക. അതുകൊണ്ട് ഞങ്ങൾ 20 പേരെ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന ഉത്തമ വിശ്വാസമാണ്. കഴിഞ്ഞ തവണ ഉണ്ടായ ആ തെറ്റിദ്ധാരണ ഇത്തവണ ഉണ്ടാകില്ല. പലരും പറഞ്ഞിട്ടുണ്ട് തെറ്റിപ്പോയി, അബദ്ധമായി പോയി, ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ഇടതുപക്ഷത്തെ സഹായിക്കും എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ സഹായിച്ചാൽ നമ്മുടെ ഈ പോരാട്ടത്തിനൊരു കരുത്തുണ്ടാവും. മതേതരത്വത്തിനും ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിനൊരു കരുത്തുണ്ടാകും. ടീച്ചർ ഇപ്പോൾ പറഞ്ഞ പോലെ കോൺഗ്രസ് പാർട്ടി ആയാലും കുഴപ്പമില്ല, BJP പാർട്ടി ആയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ മാറിയിട്ടുണ്ട്. മുമ്പ് രാഹുൽ ഫാക്ടർ 2019, ഇപ്പോൾ 20 UDF സ്ഥാനാർത്ഥി പട്ടികയിലെ ഒരാൾ മാത്രം എന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവ് ചുരുങ്ങിപ്പോയിട്ടുണ്ടോ, പരിമിതപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ ഈ പറഞ്ഞ രാഷ്ട്രീയം, ഇപ്പോൾ ടീച്ചർ പറഞ്ഞ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളാകെയും അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ രാജ്യസഭയിലെ പ്രകടനവും UDF MP-മാരുടെ
ലോക്സഭയിലെ പ്രകടനവും വോട്ടർമാർ താരതമ്യം ചെയ്യുമ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായ ഇടപെടൽ നടത്താൻ UDF എംപിമാർക്ക് കേരളത്തിന് വേണ്ടിയും പൊതുവിലും കഴിയാതെ വന്നതും ഒരു വലിയ വിമർശനമായി വോട്ടർമാരുടെ ഇത്തവണത്തെ പരിഗണനാ വിഷയമാണ്. അപ്പോൾ അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഈ പാനൽ സ്ഥാനാർത്ഥി പട്ടിക ടീച്ചർ എങ്ങനെയാണ്? ഇപ്പോൾ തോമസ് ഐസക് മത്സരിക്കുന്നു, അതുപോലെ തന്നെ രവീന്ദ്ര മാഷ് മത്സരിക്കുന്നു, അതുപോലെ ഇളമരം കരീം മത്സരിക്കുന്നു, അതുപോലെ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നു. അങ്ങനെ വൈവിധ്യങ്ങളുടെ ഒരു പട്ടിക. ടീച്ചർക്കൊപ്പം മത്സരിക്കുന്ന ആ ഒരു ടീമുണ്ടല്ലോ, ലെഫ്റ്റ് ടീമുണ്ടല്ലോ, ടീം LDF ഉണ്ടല്ലോ, അതിലുള്ള ടീച്ചറുടെ കോൺഫിഡൻസ്. അതെ, തീർച്ചയായിട്ടും ഒരു ശക്തമായിട്ടുള്ള ടീമിനെ നിർത്തണമെന്ന് പാർട്ടി ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയവരല്ല, ആരുമല്ല. അപ്പോൾ പാർട്ടി തീരുമാനിക്കുകയാണ് നമ്മുടെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അങ്ങനെയാണ് പാർട്ടി PB മെമ്പറായിട്ടുള്ള വിജയരാഘവൻ, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഞങ്ങൾ 4 പേര്, തോമസ് ഐസക്കും ഞാനും രാധാകൃഷ്ണനും പിന്നെ ഇളമരം കരീമും. അപ്പോൾ ഞങ്ങൾ 4 പേര് മത്സരിക്കണം. അതുപോലെ കഴിഞ്ഞ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുള്ള രവീന്ദ്രനാഥ് മാസ്റ്റർ, കൃഷി വകുപ്പിന് വളരെ നല്ല നേതൃത്വം നൽകിയിട്ടുള്ള സുനിൽ കുമാർ. എങ്ങനെയുണ്ട് അവരുയർത്തുന്ന വെല്ലുവിളിയെക്കുറിച്ച് ഇവിടെ ഇരുന്ന് കാണാറുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ നോക്കാറുണ്ട്. അവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അവർ നല്ല പോരാളികളാണ്. സുനിലും രവീന്ദ്ര മാഷും ഒക്കെ മന്ത്രിമാർ മാത്രമല്ല എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ക്യാബിനറ്റ് യോഗത്തിൽ അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. രവീന്ദ്ര മാഷും ഞാനും സുനിലും ഒക്കെ അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. ഞങ്ങൾ വലിയ ചങ്ങാതിമാരായിരുന്നു. അപ്പോൾ അവരെല്ലാം ആത്മാർത്ഥതയുള്ള ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തമരായിട്ടുള്ള പ്രവർത്തകരാണ്. ഇവർക്കൊന്നും വേറെ യാതൊരു ലക്ഷ്യവുമില്ല. ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അടിപിടി കൂടുന്നവരോ പോയവരോ ഒന്നുമല്ല. തോമസ് ഐസക്കിനെയൊക്കെ പോലുള്ള നല്ല ധനകാര്യ ശാസ്ത്രജ്ഞന്മാർ അവരെല്ലാം അങ്ങനെയുള്ള ആളുകളെ എല്ലാ സ്ഥാനാർത്ഥികളും ഞാൻ എല്ലാവരുടെയും ഒരു പുതിയ സ്ഥാനാർത്ഥിയാണല്ലോ എറണാകുളത്തെ ഷൈൻ ടീച്ചർ എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഇതേതാ ഈ ഷൈൻ ടീച്ചർ എന്നുള്ളത്. പക്ഷേ ഇത്ര പക്വതയോടുകൂടിയാണ് അവർ കഴിഞ്ഞ ദിവസം വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രസംഗം വൈറലായിട്ടുണ്ട്. അതെ, വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ പറയാനും ചെയ്യാനും കഴിയുന്ന ഒരു കേഡറാണ് അവർ എന്നുള്ളത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അത് പിന്നെ അങ്ങനെയാണ് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയപ്പോൾ ആനിരാജയെ കണ്ടിരുന്നു. ആനിരാജ വിട്ടുപോയതാണ്, ദേശീയ നേതാവാണ് ആനിരാജ. അന്ന് സംസാരിച്ചപ്പോൾ മലയോര ജീവിതത്തിന്റെ ഒരു അനുഭവത്തിലൂടെ അവർ ജീവിച്ചു. ഞങ്ങൾക്ക് വന്ന റെസ്പോൺസ്, എൻ്റെ നാട്ടുകാരിയാണ് ആനിരാജ. ആളുകൾക്ക് ആനിരാജ ഒരു ദേശീയ നേതാവായി ദില്ലിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എന്ന നിലയിൽ അറിയുന്നിടത്തു നിന്നും ഇവരെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പ്രതികരണം അത്ര വലുതായി. അതെ, ആനിരാജ എൻ്റെ നാട്ടിലാണ്, ആറളത്താണ്. ആനിരാജയുടെ സഹോദരൻ KT ജോസ് മിക്കവാറും എൻ്റെ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ വലിയ നേതൃത്വപരമായ പങ്ക് വഹിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആനിരാജ ഞങ്ങൾക്കൊരു ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒരു ടീം LDF എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ടീമാണ്. ഞങ്ങളൊന്നിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെന്നാൽ വളരെ പ്രബലമായിട്ടുള്ള ഒരു ഇടപെടൽ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കും. വികസന പ്രവർത്തനങ്ങളിലും കൂട്ടായി ഞങ്ങൾ ഇടപെടി നാടിൻ്റെ വികസനത്തിന് വേണ്ടി എന്നുള്ളതാണ്. വടകര മണ്ഡലത്തിന് വേണ്ടി ഞാൻ നേരത്തെ എങ്ങനെ ചെയ്തോ അതുപോലെ വടകര മണ്ഡലത്തിന് വേണ്ടി ചെയ്യുമെന്നുള്ളതാണ്. ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. എല്ലാവരോടും വോട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഏതായാലും ഈ ആത്മവിശ്വാസമാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞ ഓരോ വാചകത്തിലും അടങ്ങിയിട്ടുള്ള ആത്മവിശ്വാസമാണ് വോട്ടർമാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള ആവേശകരമായ ഒരു വടകര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ സ്ഥാനാർത്ഥി ഇങ്ങനെ പൊക്കി മാറ്റി നിർത്തി കുറച്ചു നേരം രാഷ്ട്രീയമൊക്കെ പറഞ്ഞു വന്നത്. വളരെയധികം നന്ദി ടീച്ചർ. ശരത്തേട്ട കാവ്യ ഡെസ്കിൽ റീഡറായിട്ടുണ്ടല്ലോ. കാവ്യത, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് നമ്മുടെ കൂടെ ഉള്ളത്, എന്താണ് ടീച്ചറോട് പറയാനുള്ളത് വളരെ ചുരുക്കത്തിൽ? ടീച്ചർക്ക് എല്ലാവിധമായ വിജയാശംസകളും നമ്മുടെ പ്രേക്ഷകരൊക്കെയും ടീച്ചറോട് ഗുഡ് മോർണിംഗ് പറയണമെന്ന് പറയുന്നുണ്ട്. അവർക്കൊപ്പം ചേർന്നുകൊണ്ട് വിജയാശംസകൾ നേരുകയാണ്. അതെ ടീച്ചറെ, നമ്മുടെ ആങ്കർ വിജയാശംസ നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ യൂട്യൂബിൽ താങ്ക് യു കാവ്യ, വളരെ നന്ദി. നമ്മുടെ യൂട്യൂബിലൊക്കെ ടീച്ചർക്ക് ഒരുപാട് പേർ വിജയാശംസകൾ നേരുന്നു എന്നാണ് കാവ്യ ഇപ്പോൾ പറയുന്നത്. ആയിക്കോട്ടെ, വളരെ നന്ദി കാവ്യ.